മറവി ഒരു വല്ലാത്ത പ്രശ്നമാണ്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറവി ഉണ്ടാകും. പല രോഗങ്ങൾ കൊണ്ടും മറവിയുണ്ട്. എപ്പിലെപ്സി ഉള്ളവർ, പിന്നെ അതുപോലെ മാനസിക രോഗമുള്ളവർക്ക് മറവി ഉണ്ടാകും. ചിലരുടെ ബയോളജിക്കലായിട്ട് തന്നെ ശരീരപ്രകൃതി കൊണ്ട് മറവി ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഈ മറവി ഉള്ളവർ പലതരങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കണം. ഒന്ന്, ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നുപോയി, എവിടെയാണെന്നൊരു പിടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലമുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലം കൃത്യമായിട്ടൊരു സ്ഥലത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ പൈസ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു തുണി സഞ്ചിയോ എന്തെങ്കിലും തോളിലിടാൻ പാകത്തിനുള്ള സഞ്ചിയൊക്കെ ആയിട്ട് പോവുക. താക്കോല് വെക്കണതാണെങ്കിൽ കൃത്യ സ്ഥലത്ത് തന്നെ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് റിക്കളക്ട് ചെയ്യുക. വാക്കത്തി വെച്ചു, മറന്നുപോയി, അപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ എപ്പോഴും കാണാവുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ പോയി എടുത്തുകൊണ്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള തരങ്ങൾ, മറ്റൊരാളുടെ സഹായവും കൂടി ഇങ്ങനെയുള്ളവർ തേടുന്നത് നല്ലതായി. മറവിയുള്ളവർ ഇങ്ങനെ പല വിധത്തിൽ ഈ സഹായിക്കാൻ പറ്റും. പിന്നെ മരുന്നുകൾ ഒക്കെ സഹായകമായിരിക്കും. ആയുർവേദ മരുന്നുണ്ട്, അലോപ്പതി മരുന്നുണ്ട്, ബ്രെയിനിനെ പിന്നെ ഉത്തേജിപ്പിക്കുന്ന സൈസ് മരുന്നുകളുണ്ട്. മറവിയുടെ കേന്ദ്രത്തെ സുഖപ്പെടുത്താനായിട്ടുള്ള മരുന്നുകൾ, ഇതെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ്. കർത്താവേ, മറവി രോഗികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മറവിയിൽ നീ ഇവനെ മോചിപ്പിക്കണമേ. ഇവൻ്റെ മാനസിക സംഘർഷത്തിൽ നിന്ന് മോചനം നൽകണമേ. രോഗശാന്തി നൽകണം. പ്രായം കൊണ്ട് വിഷമിക്കുന്നവർ, മറവി രോഗമുള്ളവരെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.